കേരള ബഹുജന അടിത്തറ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ്, ഇവിടുത്തെ ഒരു പ്രബല ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രശ്നം എന്തിനാണെന്നുള്ള ചോദ്യം നിങ്ങളുടെ മുമ്പിൽ പ്രസക്തമല്ല. കാരണം അങ്ങനെ 3 ടേമായ ഒഴിവാണോ? നിങ്ങൾ തെറ്റായ പല ധാരണകളും വെച്ചു പുലർത്തി ഞങ്ങൾക്ക് നേരെ ഒരു ആക്ഷേപം കണ്ടെത്താൻ ഇങ്ങനെ കണ്ടുപിടിക്കരുത്. നടന്ന സംഭവങ്ങൾ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യൂ. ഇവിടെ ഐക്യകണ്ഠേന എല്ലാ നടപടികളും പൂർത്തീകരിച്ച് നിശ്ചയിച്ച സമയത്തിന് മുൻപ് തന്നെ സമ്മേളനം വളരെ ആവേശത്തോടു കൂടി പിരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാം ഐക്യകണ്ഠേനയാണ് നടപടികളെല്ലാം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇ പി ജയരാജൻ പറയുന്നു ഐക്യകണ്ഠേനയാണ് ഈ സമ്മേളനത്തിന്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ഇ പി ജയരാജൻ അല്പസമയം മുമ്പ് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ഈ പാർട്ടി പുതിയ ജില്ലാ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനമുണ്ട്. ആ വാർത്താ സമ്മേളനത്തിലാകും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എല്ലാ നടപടികളും ഐക്യത്തോടു കൂടി തന്നെയാണ് നടന്നത് എന്നുള്ളതാണ് ഇ പി ജയരാജൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത്. ഈ കെ റഫീഖ് ജില്ലാ സെക്രട്ടറി ആയതൊരു മത്സരത്തിലൂടെയാണ് ഈ ഔദ്യോഗിക പാനൽ അല്ലെങ്കിൽ ഔദ്യോഗിക നേതൃത്വം ഇപ്പോൾ പി കെ ശ്രീമതി സംസാരിക്കുന്നതിൽ അതല്ല, ഗഗാറിന് കുറച്ച് കൂടുതൽ ചുമതലകളുണ്ട്. ഗഗാറിനെ തുടരണം എന്നുള്ള താല്പര്യം ഉണ്ടായിട്ടില്ല. ഞാൻ ഒഴിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ലേ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഗഗാറിന് കേരള ബാങ്കിൻ്റെ ഡയറക്ടറാണ്, പിന്നെ C20 ഒരു ചുമതലയുണ്ട്. അപ്പോൾ ഗഗാറിനെ തുടരണമെന്നില്ല. 3 ടേം എന്ന് പറഞ്ഞാൽ 3 ടേം പൂർത്തിയാക്കിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ 1 ടേം കഴിയുമ്പോൾ തന്നെ മാറാം, അല്ലെങ്കിൽ 2 ടേം കഴിയുമ്പോൾ മാറാം. ഇതിപ്പോൾ പിന്നെ റഫീഖ് ചെറുപ്പക്കാരനാണ്, DYFIയുടെ ജില്ലാ സെക്രട്ടറിയാണ്. വളർന്നു വരണ്ടേ ചെറുപ്പക്കാർ? നമ്മളങ്ങനെയല്ല. ഞങ്ങളുടെ പാർട്ടി എപ്പോഴും യുവതലമുറക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ്. അത് നിങ്ങൾക്കറിയാലോ. മത്സരോ? അങ്ങനെ ഒരു സംഭവമേ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലിട്ടില്ല. ഐകകണ്ഠ്യേന തെരഞ്ഞെടുത്ത ഒരു സെക്രട്ടറിയാണ് റഫീഖ്. ഒന്നുമില്ല. ഇപ്പോൾ ഒരു ടീച്ചർ ഈ തെരഞ്ഞെടുപ്പുകളിൽ വിചാരിച്ചൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ലല്ലോ. പ്രത്യേകിച്ച് ഈ ലോക്സഭയിലും നിയമസഭകളിലും ഒക്കെ. പ്രത്യേകിച്ച് ലോക്സഭയിൽ പല സീറ്റുകളിലൊക്കെ രണ്ടാമതിലേക്ക് പാർട്ടി ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിന്റെ എണ്ണം കാണിച്ചുകൊണ്ട് നമുക്ക് ഒരു തരത്തിലും ജനങ്ങളുടെ മനസ്സിനെ വിലയിരുത്താൻ കഴിയില്ല. കാരണം ലോകസഭാ തെരഞ്ഞെടുപ്പൊന്ന് വേറെയാണ്. എപ്പോഴും 20 സീറ്റും അപ്പുറത്തും കിട്ടിയിട്ടുണ്ട്, 20 സീറ്റും ഇപ്പുറത്തും കിട്ടിയിട്ടുണ്ട്. ഇപ്പം 2 തവണ തുടർച്ചയായിട്ട് LDFന് അത്രേ കിട്ടിയിട്ടുള്ളൂ. ശരി, പക്ഷെ അതുകൊണ്ട് ഇനി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നിങ്ങൾ കണ്ടോളൂ. ഈ തെരഞ്ഞെടുപ്പിൽ വയനാട് ജില്ലയിൽ ആദ്യമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭാ ഇലക്ഷന് ശേഷം വയനാട് ജില്ലയിൽ സമാസമായിട്ട് പിന്നെ നറുക്കെടുപ്പിലാണ് LDF തോറ്റത്. അതുവരെ അത്രയൊന്നും കിട്ടിയിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് നല്ല ജില്ലാ പഞ്ചായത്ത് ശരിക്കും പറഞ്ഞാൽ 8 അങ്ങനെ ആദ്യമായിട്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിങ്ങൾ കണ്ടോളൂ, നല്ല മുന്നേറ്റമാണ് പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. അതല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സമ്മേളനത്തിന്റെ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. ആ നടപടിക്രമങ്ങൾക്കനുസരിച്ച് റഫീഖ് ഐകകണ്ഠ്യേന തെരഞ്ഞെടുക്കപ്പെടുകയാണ് ഉണ്ടായത്. എന്തായാലും പി കെ ശ്രീമതി ടീച്ചറും പറയുന്നത് ഐക്യകണ്ഠേനയായിരുന്നു തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യമാണ്. ശ്രീമതി ടീച്ചറും ഇ പി ജയരാജൻ പറഞ്ഞ പോലെ തന്നെ ശ്രീമതി ടീച്ചറും വ്യക്തമാക്കുന്നത് ഒരു തരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു തരത്തിലുള്ള കെ റഫീഖ് വയനാട് ജില്ലാ സെക്രട്ടറി ആകുന്നത് ഐകകണ്ഠേന തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു, മത്സരം നടന്നു എന്ന വാർത്തകൾ തെറ്റാണ് എന്ന് ഇ പി ജയരാജനും പി കെ ശ്രീമതിയും മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഏകകണ്ഠമായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. പി ഗഗാറിൻ ഒഴിയാൻ സ്വയം സന്നദ്ധനായി. അദ്ദേഹത്തിന് മറ്റ് പല ചുമതലകളുമുണ്ട്. അതിന്റെ ഭാഗമായി അദ്ദേഹം ഒഴിയാൻ സന്നദ്ധനായതുകൊണ്ടല്ലേ എന്നാണ് പി കെ ശ്രീമതി ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിരിക്കുന്നത്. ഐകകണ്ഠേനയാണ് കെ റഫീഖ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ മറ്റ് അഭ്യൂഹങ്ങൾക്കോ മറ്റാശയക്കുഴപ്പങ്ങൾക്കോ അവ്യക്തതകൾക്കോ സ്ഥാനമില്ല എന്നാണ് പി കെ ശ്രീമതിയും പറഞ്ഞിരിക്കുന്നത്. അല്പം മുൻപ് ഏതാണ്ട് ഇതേ സ്വഭാവത്തിൽ തന്നെയാണ് ഇ പി ജയരാജനും പ്രതികരിച്ചത്. തെറ്റായ വാർത്തകൾ നൽകരുതെന്നും ഇത് ഐകകണ്ഠേനയാണ് പാർട്ടിയിൽ കെ റഫീഖിനെ വയനാടിന്റെ ജില്ലാ സെക്രട്ടറിയായി നിശ്ചയിച്ചിരിക്കുന്നതെന്നുമാണ് ഇ പി ജയരാജൻ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ആ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തതാണ്. ഒരു തെറ്റായ വാർത്തകളൊന്നും കൊടുത്തേക്കല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ പ്രതീകമാണ് ഐക്യകണ്ഠേന. അതാ നിങ്ങൾ ഈ ആദ്യം തന്നെ ഞങ്ങളെ ആക്ഷേപിക്കാൻ വാർത്തകൾ ഉണ്ടാക്കും. ഇത് ഞങ്ങളൊക്കെ കുറെ കാലമായി കാണുന്നതാണ്.
ഉണ്ട്. നിങ്ങൾ തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തി പറയുകയാണ്. ഒരു കോൺഫറൻസിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനം കൊടുക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനാ വിലാസത്തിൽ നിങ്ങൾ കണ്ടെത്തുക, എന്നിട്ട് അതിങ്ങനെ വാർത്തയായി കൊടുക്കുക. ഇത് ശരിയായൊരു പ്രവണതയല്ല. ഈ സമ്മേളനത്തിൽ ഞാൻ ഇന്നലെ അതിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെ ഇപ്പോഴുവരെ ഉണ്ട്. എല്ലാം വളരെ ഐക്യത്തോടു കൂടി ജില്ലാ കമ്മിറ്റി, സംസ്ഥാന സമ്മേളന പ്രതിനിധികൾ, ജില്ലാ സെക്രട്ടറി എല്ലാം ഐക്യകണ്ഠേനയാണ് തിരഞ്ഞെടുത്തത്. പിന്നെ എന്തിനാ ഇങ്ങനെ വാർത്ത കൊടുക്കുന്നത്? മാറ്റത്തിലേക്ക് വരാനുള്ള കാരണം എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ പുതിയ പുതിയ സഖാക്കൾ വരും, ജില്ലാ കമ്മിറ്റിയിൽ വരും, പുതിയ സെക്രട്ടറിമാർ വരും, പഴയ സെക്രട്ടറിമാർ വേറെ ചുമതല ഏറ്റെടുത്ത് വർക്ക് ചെയ്യും. അങ്ങനെയല്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിചാരിച്ച ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒന്നും. അത് അപ്പം അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു പുതിയ മാറ്റമൊക്കെ ഉണ്ട് വരുമ്പോൾ അതിലൊരു ആര് പറഞ്ഞു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന്? ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് നല്ല ബഹുജന അടിത്തറ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രബല ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാളതല്ല ഇത് പ്രശ്നം. എന്തിനാണെന്നുള്ള ചോദ്യം നിങ്ങളുടെ മുമ്പിൽ പ്രസക്തമല്ല. കെ റഫീഖ് വയനാട് ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നു. ഐക്യകണ്ഠേനയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് വിശദീകരിക്കുകയാണ് ഇ പി ജയരാജനും പി കെ ശ്രീമതിയും. എന്നാൽ മത്സരം നടന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ആ വാർത്തകൾ അവാസ്തവികമാണ് എന്നാണ് ഇരു നേതാക്കളും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മറ്റ് തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. വയനാട്ടിലെ മുഴുവൻ ഈ സമ്മേളനത്തിലെ മുഴുവൻ സംസ്ഥാന സമിതിയിലേക്കുള്ള പ്രതിനിധികളെയും സംസ്ഥാന സമ്മേളനത്തിലേക്കുള്ള പ്രതിനിധികളെയും അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളെയും ഒക്കെ ഐക്യകണ്ഠേന നിശ്ചയിക്കുകയായിരുന്നു. അതിൽ ഒരു തർക്കവും ഉണ്ടായിട്ടില്ല എന്നാണ് നേതാക്കൾ വിശദീകരിച്ചിരിക്കുന്നത്. തെറ്റായ വാർത്തകൾ നൽകരുതെന്നും തെറ്റിദ്ധരിപ്പിക്കരുതെന്നും നേതാക്കൾ പറയുകയും ചെയ്യുന്നു. ഏതായാലും ഏത് സാഹചര്യത്തിലാണ് പി ഗിഗാറിനെ മാറ്റി ചുമതലകളിൽ നിന്ന് മാറ്റി അദ്ദേഹത്തിന് ഒരു ടേം കൂടി ബാക്കി നിൽക്കുമ്പോൾ മാറ്റിയത്, എങ്ങനെയാണ് കെ റഫീഖ് ജില്ലാ സെക്രട്ടറി ആയത് എന്ന കാര്യത്തിലൊക്കെ എന്തെങ്കിലും അവ്യക്തതകൾ ഉണ്ടെങ്കിൽ അത് തീർക്കാൻ അല്പസമയത്തിനകം തന്നെ കെ റഫീഖിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും. മാധ്യമപ്രവർത്തകർ ആ കാര്യങ്ങളിൽ ആ ഘട്ടത്തിൽ ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യും. സുർജിത് അയ്യപ്പൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. വയനാട്ടിൽ പുതിയ യുവ നേതൃത്വം ഉണ്ടാകുന്നു. CPM-നെ നയിക്കാൻ കെ റഫീഖ് ജില്ലാ സെക്രട്ടറി ആകുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമുക്കിനി പോകാനുള്ളത്.